ജീവിച്ചിരിക്കുന്ന സമയത്ത് പരലോകത്തേക്ക് പോയാൽ എങ്ങനെയിരിക്കും? മിഖായേൽ എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരലോകത്തേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ വെച്ച് മൺമറഞ്ഞു പോയ അവരുടെ പൂർവികരെയെല്ലാം അവൻ കണ്ടുമുട്ടുന്നു. വമ്പൻ ട്വിസ്റ്റുമായാണ് കോക്കോ എന്ന ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമയുടെ തുടക്കത്തിലേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു സെയ സ്റ്റോറീസ്. കഥയുടെ തുടക്കത്തിൽ ഒരു കുട്ടി പറയുകയാണ്, ഞാൻ ജനിച്ചത് തന്നെ ഒരു ശാപത്താലാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു അച്ഛനും അമ്മയും മകളും ജീവിച്ചിരുന്നു. അച്ഛനൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു. ഒരു ദിവസം ആ മ്യൂസീഷ്യൻ തൻ്റെ ഗിറ്റാറുമെടുത്ത് എങ്ങോട്ടോ പോയി, ആരോടും പറയാതെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരുപാട് ദിവസം അദ്ദേഹത്തെ കാത്തിരുന്നു, പക്ഷേ തിരിച്ചു വന്നില്ല. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞിരിക്കാനൊന്നും തയ്യാറായില്ല കേട്ടോ. അവൾ പുതിയൊരു ബിസിനസ് ആരംഭിച്ചു, തൻ്റെ കുടുംബം പോറ്റാനായി. ചെരുപ്പുകൾ തുന്നുന്ന ബിസിനസ്. അതിലൂടെ അവർ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ കുഞ്ഞുമകൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറി. ആ ഒരു ദിവസം അവൾ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി വന്നു. അങ്ങനെ അവരുടെ കുടുംബം വളരെ വലുതായി തുടങ്ങി. ചെരുപ്പുണ്ടാക്കുന്നത് അവരുടെ ഒരു ഫാമിലി ബിസിനസ് തന്നെയായി മാറിയിരിക്കുകയാണ്. പിന്നീട് അവർക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ആ മ്യൂസീഷ്യൻ പോയതിന് അവർക്ക് യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആ സ്ത്രീ ആരെന്നറിയുമോ? എൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയാണ്. ഈ കഥകളെല്ലാം വർഷത്തിൽ ഒരു ദിവസം എൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ആ ദിവസമാണ് മരിച്ചവർ തിരിച്ചു വരുന്ന ആ ഒരു ദിവസം. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്നറിയുമോ? അത് എൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയായ മോമോ കോക്കോയാണ്. അവർക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. അവർക്ക് നല്ല പോലെ സംസാരിക്കാനോ ഓർമ്മശക്തിയോ കേൾവിശക്തിയോ ഒന്നും അവർക്കില്ല. പിന്നെ ഒരാളുണ്ട്, ഡോറോത്തി, എൻ്റെ അമ്മൂമ്മ. അവർക്ക് മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമാണ്. ഒരു ചൂളമടിച്ച് നടക്കാൻ പോലും അവർ സമ്മതിക്കില്ല. വീട്ടിനടുത്തു കൂടി ആരെങ്കിലും പാട്ടിട്ട് പോയാൽ അവരുടെ ഗതി പിന്നെ പറയേ വേണ്ട. ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിലും എനിക്ക് ഈ മ്യൂസിക് എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരി, സംഗീതത്തെ വിട്ട് ഒരു പരിപാടിയില്ല. ശരി, ഞാനൊന്ന് തെരുവിലോട്ട് പോയിട്ട് വരാം. തെരുവിലോട്ട് പോയിരുന്ന വഴി എന്നോട് എല്ലാവരും ചോദിക്കും, മിഖായിലേ നീ എങ്ങോട്ടാണ് പോകുന്നത്? അവരോട് മുഴുവൻ കള്ളം പറഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് പോവാൻ. അതിരിക്കട്ടെ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? എർണിസ്റ്റോ ഡെലാർസ ഗ്രസ്. ഈ ഒരു പേര് പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അയാളുടെ പേര് മാറ്റി ഭാസ്കർ എന്ന് വിളിക്കാം. ഭാസ്കറുടെ പ്രതിമയെ കാണാനാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറും. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ദിവസം സ്റ്റേജിൽ അയാൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നൊരു മണി വന്ന് അയാളുടെ തലയ്ക്ക് വീണു. അപ്പോഴേക്കും അയാളുടെ കഥ കഴിഞ്ഞു. എല്ലാം ഒരു യോഗമെന്ന് പറയാം. മിഖായിൽ നടന്ന് ഒരു മ്യൂസീഷ്യൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അയാളുടെ കയ്യിൽ ഒരു ഗിറ്റാറുണ്ട്. അവന് അത് വായിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് വായിക്കാൻ വേണ്ടി അയാളുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ് മിഖായിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഗിറ്റാർ മിഖായിലേക്ക് വായിക്കാനായി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ആ ഡൊറോത്തി മുത്തശ്ശിയും അവൻ്റെ കുടുംബത്തിലെ വേറെ 2 ആളുകളും കൂടി വരുന്നത്. വന്നപാട് മുത്തശ്ശിക്ക് കാലിൽ കയറിയിട്ട് ആ പാവം മ്യൂസീഷ്യനെ പിടിച്ച് ചെരുപ്പൂരി അടിക്കാൻ തുടങ്ങി. എൻ്റെ കൊച്ചുമകൻ്റെ കയ്യിലെങ്ങാനും ഇത് കൊടുത്താൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ അവർ മിഖായിലിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് ആ തെരുവിലെ ഒരു നായ മിഖായിലിൻ്റെ പുറകെ വരുന്നത് കണ്ടത്. ഡൊറോത്തി മുത്തശ്ശി അവരുടെ ചെരുപ്പൂരി നായയെ എറിയാൻ. ഇത് കണ്ട് മിഖായിൽ പറഞ്ഞു, മുത്തശ്ശി നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് എൻ്റെ ഖൈസാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീ ഈ തെരുവ് നായകൾക്കെല്ലാം പേരിട്ടാണോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഡൊറോത്തിക്ക് മിഖായിൽ എന്ന് പറഞ്ഞാലും ജീവനാണ്. ഇപ്പോൾ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞ് എല്ലാവരും ആ ഷൂ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി അവരവരുടെ ജോലിയിലേക്ക് മുഴുകിയിരിക്കുകയാണ്. പക്ഷേ മിഖായിൽ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിൽക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ എപ്പോഴും മ്യൂസിക് എന്ന ചിന്ത മാത്രമാണ്. ഇതൊക്കെ കണ്ട് ഡൊറോത്തി അവനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ റൂം മുഴുവനായി മരിച്ചവരുടെ ഫോട്ടോകളെല്ലാം വെച്ച് വളരെ ഭംഗിയായി അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഡൊറോത്തി മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ നമ്മൾ ഓർക്കണം, എന്നാലേ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മിഖായിലെ മുത്തശ്ശിയുടെ അമ്മ മാമ ബിൽഡയുടെ അടുത്ത് തന്നെ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോയും വെച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഒരു ഭാഗം കീറിയിരിക്കുന്നു. ഇത് കണ്ട് മിഖായിൽ ചോദിച്ചു, മാമാ ബിൽഡയെ പോലെ നിങ്ങൾക്കും അദ്ദേഹത്തെ വെറുപ്പാണോ മുത്തശ്ശി? ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ സംസാരിക്കാൻ കഴിയാതെ ഇരുന്ന ഡൊറോത്തി മുത്തശ്ശിയുടെ അമ്മ പറയുകയാണ്, പാപ്പ നിങ്ങൾ വന്നോ? ഇത് കേട്ടപ്പോൾ ഡൊറോത്തി മുത്തശ്ശി ചോദിച്ചു, അമ്മേ നിങ്ങൾ എന്താണ് പറഞ്ഞത്?
ഡോറോത്തി മുത്തശ്ശിയുടെ അമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ. അവർ പറഞ്ഞു, എൻ്റെ അച്ഛൻ വന്നോ? അപ്പോൾ ഡോറോത്തി മുത്തശ്ശി പറഞ്ഞു, അമ്മേ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയില്ലേ? അവരിപ്പോൾ നമ്മുടെ കൂടെയില്ല, അവരിപ്പോൾ പരലോകത്താണ്. ഇതിനിടയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിഖായിൽ അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവുകയാണ്. പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. എന്നാലും ഡോറോത്തി മുത്തശ്ശി ഒന്ന് ചിരിച്ചു തള്ളുകയാണ് ഈ പയ്യൻ്റെ വികൃതിയെ കൊണ്ട്. മിഖായിൽ വേഗം പോയത് എങ്ങോട്ടെന്നറിയോ? അവരുടെ തന്നെ വീടിൻ്റെ മച്ചിൻപുറത്തേക്കാണ്. അവിടെ മിഖായിലിന് ആവശ്യമായ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവൻ്റെ മ്യൂസിക്കിന് ആവശ്യമായിട്ടുള്ള ഗിറ്റാറുകളെല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ചെറിയ ടിവിയും നമ്മുടെ ഭാസ്കറിൻ്റെ ഫോട്ടോയും ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. അവൻ ഏറെ ആരാധിക്കുന്ന ഭാസ്കറിൻ്റെ ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ട അവൻ പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നമ്മുടെ കൈസറായിരുന്നു. അവൻ പേടിച്ചു പോയി. അവൻ പറഞ്ഞു, എടാ നീയോ? നീയെങ്കിലും ഉണ്ടല്ലോ എൻ്റെ പാട്ടൊന്നും കേൾക്കാൻ. അവൻ ഭാസ്കറിൻ്റെ ഒരു പ്രസംഗം കേൾക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാലും, നിങ്ങളെ ആരൊക്കെ എതിർത്ത് നിന്നാലും നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കേട്ട് മിഖായിലിൻ്റെ മനസ്സിലേക്ക് നല്ലൊരു ധൈര്യം വരികയാണ്. അവൻ കൈസറിനെയും കൂട്ടി മ്യൂസിക് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാൻ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിഖായിൽ കൈസറിനെയും കൂട്ടി തൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. താഴേക്ക് ചാടി നിർഭാഗ്യവശാൽ അവൻ്റെ മുത്തശ്ശിയും അവരുടെ അച്ഛനും അമ്മയും എല്ലാം അവനെ കാണുകയാണ്. പെട്ടെന്ന് അവർ ഓടിക്കേറി വീടിനുള്ളിലേക്ക് കയറി. നിർഭാഗ്യവശാൽ അവൻ ഓടിക്കേറിയത് ആ പൂജാ റൂമിലേക്കാണ്. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മരിച്ചവരുടെ എല്ലാവരുടെ ഫോട്ടോയും അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മരിച്ചവരുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനെ അവിടെ കണ്ടപ്പോൾ ഡോറോത്തി മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമായി. അവർ പറഞ്ഞു, എന്തായാലും മോനെ ഇനി ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. ഇതിനിടെ നമ്മുടെ മിഖായിൽ അവരെ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ കൈസറിനെ ഒരു കട്ടിലിനടിയിലേക്ക് ആക്കുകയാണ്. എല്ലാം പോയി കഴിഞ്ഞ് പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ മിഖായിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ കൈസർ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം നക്കി തിന്നുകയാണ്. പെട്ടെന്ന് കൈസറിനെ അവൻ പിടിച്ചു മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി കഷ്ണത്തിൽ അവൻ പിടിച്ചു വലിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിമിൽ ഒന്ന് താഴേക്ക് വീണ് പൊട്ടിപ്പോവുകയാണ്. അത് അവരുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊട്ടിപ്പോയ ഫോട്ടോ എടുത്ത് മിഖായിൽ നോക്കുകയാണ്. നോക്കിയപ്പോൾ നമ്മുടെ ഭാസ്കറില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് അതേ ഗിറ്റാർ തന്നെ ഈ ഫോട്ടോയിലും കാണുന്നു. ഇത് കണ്ടപ്പോൾ ഭാസ്കറിന് സംശയം തോന്നി തുടങ്ങി. അത് അവൻ്റെ മുത്തശ്ശനാണോ എന്ന്. ഇതറിയാനായി അവൻ നമ്മുടെ മുത്തശ്ശിയോട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ അച്ഛനെന്ന്. അത് കേട്ടപ്പോൾ മോമോക്കൊക്കെ പറഞ്ഞു, പാപ്പ. അപ്പോൾ അവന് ഉറപ്പായി ഇത് തന്നെയാണ് അവരുടെ ഗ്രാൻഡ് ഫാദർ എന്ന്. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നമ്മുടെ മിഖായിലിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷവും ഒരു എനർജിയും വന്നു. അവൻ പുറത്തേക്ക് ഓടിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ എതിർത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സംഗീതം പഠിക്കാൻ തന്നെ പോവുകയാണ്, സംഗീതത്തോടൊപ്പം ജീവിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട അവൻ്റെ ഡോറോത്തി മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവൻ്റെ ഗിറ്റാറൊക്കെ തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. ഇത് കണ്ട മിഖായിൽ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് സ്പീഡിൽ ഓടിച്ചെല്ലുന്നത് ആ ഒരു മ്യൂസിക്കിൻ്റെ പരിപാടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ ഓടിച്ചെന്ന് ആ പെൺകുട്ടിയോട് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ അതിന് സമ്മതിച്ചില്ല. കാരണം അവൻ്റെ കയ്യിൽ ഒരു ഗിറ്റാർ വേണമായിരുന്നു. അവൻ്റെ കയ്യിൽ ഗിറ്റാർ ഇല്ലാത്തത് കാരണം അവനെ ചേർക്കാൻ പറ്റത്തില്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇത് കേട്ട അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളോടും മാറി മാറി ചോദിക്കാൻ തുടങ്ങി ഗിറ്റാറിനായി. പക്ഷേ അവരാരും തന്നെ അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതൊക്കെ കണ്ട് ആലോചിച്ച് നിന്നവൻ ഒരു കാര്യം ചിന്തിക്കുന്നു. അവൻ്റെ മുത്തശ്ശനായ ഭാസ്കറിൻ്റെ ശവകുടീരത്തിൽ ഒരു ഗിറ്റാർ ഇരിപ്പുണ്ട്. അത് മോഷ്ടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അത് മോഷ്ടിക്കാനായി അവൻ സെമിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ സെമിത്തേരിയുടെ അടുത്ത് നിന്ന് അവൻ പറയുകയാണ്, മുത്തശ്ശ, ഇവിടെയുള്ള ആർക്കും നിങ്ങളെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് നിങ്ങളെ മനസ്സിലാവും. അവർ എല്ലാവരും സംഗീതത്തെ വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആ ഗിറ്റാർ എടുക്കുന്നതോടുകൂടി അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം.